അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൻ്റെ വഹാബി വേദികളിൽ നിരന്തരമായി വിഡ്ഢിത്തരങ്ങൾ മാത്രം വിളിച്ചു കൂവുകയും കേരളത്തിൽ ജീവിക്കുന്ന സുന്നികളെ മുഴുവനും മുശ്രിക്കായി ചിത്രീകരിക്കുകയും ചെയ്ത ഒരു പ്രഭാഷകൻ. അദ്ദേഹത്തിന് ഒരു അസുഖബാധിതനായി കിടക്കുന്നു. എല്ലാവരും എൻ്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഓഡിയോ ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടു. ഈ വന്നെത്തിയിരിക്കുന്ന അവസ്ഥ അദ്ദേഹത്തിന് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശിക്ഷയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് ഇതൊരു അവസരമാണ്, ഒരു വീണ്ടും വിചാരത്തിനുള്ള അവസരമാണ്. എല്ലാം കഴിഞ്ഞ് ഊർജവും ആരോഗ്യവുമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നീണ്ടു നിവർന്ന് കിടക്കയിൽ കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് വിലയിരുത്തി നോക്കുക, ഒന്ന് ചിന്തിച്ച് നോക്കുക. താങ്കൾ ഇത്രയും കാലം പ്രസംഗിച്ച് നടന്നത് മുഴുവനും എന്തിനു വേണ്ടിയായിരുന്നു? ആ പ്രസംഗം കൊണ്ട് താങ്കൾ എന്തു നേടി? പാവപ്പെട്ട സുന്നികളെ മുഴുവനും മുശ്രിക്കാക്കി കിട്ടും. അതുപോലെ തന്നെ സുന്നികളുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ മുഴുവനും ഷിർക്കിൻ്റെ പ്രചാരകരാണ്, വാഹകരാണ് എന്ന് ചാപ്പ കുത്തിയതുകൊണ്ട് താങ്കൾ എന്തു നേടി? സ്വന്തം ആലയത്തിൽ തന്നെ ഷിർക്കിൻ്റെയും കുഫ്റിൻ്റെയും പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന സമയം, മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ അവരുടെ പ്രസ്ഥാനത്തിൽ തന്നെ ഷിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന വിഷയത്തിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചു കൊണ്ടിരിക്കുകയാണ് ഷിർക്കിൻ്റെ പേരിൽ. പരസ്പരം ഷിർക്കാരോപണം നടത്തിയിട്ടും പരസ്പരം കുഫറിലേക്ക് തള്ളിവിട്ടുകൊണ്ടും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പുച്ഛിക്കുകയും ഷിർക്കാരോപിക്കുകയും കുഫ്രാരോപിക്കുകയും നരകത്തിലേക്ക് തള്ളിവിട്ടും കൊണ്ട് അവരുടെ ആലയത്തിൽ തന്നെ പരസ്പരം തമ്മിലടി തുടങ്ങിയത് ഇവരുടെ പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ നിലനിന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനം ഇന്നും 8ഉം 10ഉം 12ഉം വിഭാഗങ്ങളായി ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച. ഞാൻ പ്രിയപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദര, താങ്കൾ ഇത്രയും കാലം പ്രസംഗിച്ചതുകൊണ്ട് സ്വന്തം ആലയത്തിൽ പ്രവർത്തിക്കുന്ന അണികളുടെ ഇടയിലെങ്കിലും താങ്കൾക്ക് യഥാർത്ഥ തൗഹീദ് പ്രചരിപ്പിക്കാനും അവരെ യഥാർത്ഥ മുവഹിദീങ്ങളാക്കാനും താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറിച്ച് താങ്കളുടെയൊക്കെ പ്രഭാഷണം കൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ തങ്ങളുടെ ആലയത്തിൽ തന്നെ ഷിർക്ക് എന്താണ്, കുഫർ എന്താണ് എന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് യാതൊരു നിലക്കുമുള്ള ഗതി കിട്ടാത്ത പ്രേതങ്ങളെപ്പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വഹാബികൾ. പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, താങ്കൾ ആ പ്രഭാഷണം നടത്തിയിരുന്ന കാലത്ത് താങ്കൾ ചെലവഴിച്ച ആരോഗ്യവും ഊർജവുമെല്ലാം എന്തിനു വേണ്ടി ചെലവഴിച്ചു? അതുകൊണ്ട് താങ്കൾ എന്തു നേടി? മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻകാലങ്ങളിൽ ജീവിച്ചു പോയ സലഫു സ്വാലിഹീങ്ങളെ മുഴുവനും, ഇമാമീങ്ങളെയും ആലിമീങ്ങളെയും മുഴുവനും അവരെല്ലാവരും ഷിർക്കിൻ്റെ പ്രചാരകരായിരുന്നുവെന്നും അവരെ മുഴുവനും നരകത്തിലേക്ക് തള്ളിവിട്ടതുകൊണ്ട് താങ്കൾ എന്തു നേടി? താങ്കൾ അന്ന് പ്രസംഗിച്ചതും പറഞ്ഞതുമെല്ലാം ശരിയായിരുന്നോ? എന്തിനധികം താങ്കളൊന്നാലോചിച്ചു നോക്കൂ. ഇൽമു പഠിക്കാൻ പോകുന്ന പാവപ്പെട്ട മുതഅല്ലിമീങ്ങളെ കഴുത്തു പിടിച്ച് ഞെരിച്ച് കൊലപ്പെടുത്തണമെന്ന് പ്രസംഗിച്ചത് താങ്കളായിരുന്നില്ലേ? കേരളത്തിലെ സുന്നികൾ ഒരിക്കലും തന്നെ അതൊന്നും മറന്നു പോകുകയില്ല. ഇതെല്ലാം ശരിയായിരുന്നോ? താങ്കളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താനുള്ള ഒരു അവസരമായിട്ട്, ഒരു സുവർണാവസരമായിട്ട് താങ്കൾ ഇതിനെ കാണുക. എന്നിട്ട് മലർന്നു കിടന്നുകൊണ്ട് നീണ്ടു നിവർന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, താങ്കൾ ചെയ്തത് ശരിയായിരുന്നോ എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, കേരളത്തിലെ സുന്നികളും വഹാബികളും തമ്മിലുള്ള പ്രശ്നം അടിസ്ഥാനപരമായ വിഷയത്തിലാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല. ഫിഖ്ഹിൻ്റെയോ കർമ്മശാസ്ത്രത്തിൻ്റെയോ താരീഖിൻ്റെയോ ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിലല്ല, അല്ലെങ്കിൽ സംഘടനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. മറിച്ച് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട അടിസ്ഥാനപരമായ വിശ്വാസമാണ് തൗഹീദ്, അഖീദ. ഈ വിഷയത്തിലാണ് കേരളത്തിലെ സുന്നികളും വഹാബികളും തമ്മിൽ കാലാകാലങ്ങളായി നിലനിന്നു പോന്നിരുന്ന വ്യത്യാസം അല്ലെങ്കിൽ പ്രശ്നം. അഥവാ ഇവിടെ വഹാബികൾ മൗലിദ് കഴിക്കാത്തത് കൊണ്ടോ, ഇവിടെ വഹാബികൾ നേർച്ച കഴിക്കാത്തത് കൊണ്ടോ,
ഇവിടെ വഹാബികൾ നബിദിനം ആഘോഷിക്കാത്തത് കൊണ്ടോ അവർ റാത്തീബ് ചെല്ലാത്തത് കൊണ്ടോ കുത്തുബിയത്ത് ചെല്ലാത്തത് കൊണ്ടോ ഖബർ സിയാറത്ത് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ചെല്ലാത്തതോ ഒന്നും തന്നെയല്ല ഇവിടുത്തെ വഹാബികളും സുന്നികളും തമ്മിൽ അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന വിഷയം. മറിച്ച് ഇതെല്ലാം ചെയ്യുന്ന സുന്നികൾ മുശ്രിക്കാണ്, അവർ ശിർക്ക് ചെയ്യുന്നവരാണ്, അവർ മുഴുവനും നരകത്തിലാണ് എന്ന വിശ്വാസമാണ് ഇവിടെ സുന്നികളും വഹാബികളും തമ്മിൽ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസം. ഇതിൽ നിന്ന് എന്നാണോ ഇവർ പിന്മാറുന്നത്, അതോടുകൂടി നമ്മൾ തമ്മിലുള്ള പ്രശ്നം അവിടെ അവസാനിച്ചു. ഇതിനൊരു പരിഹാരമില്ലേ? നിങ്ങൾ ഈ വിശ്വാസത്തിൽ തന്നെയാണോ തുടർന്നു പോകുന്നത്? എന്നാൽ നിരന്തരമായിട്ട് സുന്നികൾ നിങ്ങളുടെ പിറകെ തന്നെയുണ്ട്. നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് ആർജവത്തോടെ തുറന്നു പറയാൻ സുന്നി പണ്ഡിതന്മാർ എന്നും മുന്നിൽ തന്നെയുണ്ട് എന്ന വിശ്വാസം പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട്, ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത് അതാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരിയോട് പറയാനുള്ളത്, ഒന്ന് ആലോചിക്കുക. താങ്കൾക്ക് അതിന് വീണ് കിട്ടിയിട്ടുള്ളൊരു സുവർണാവസരമാണ്. ചെയ്തു പോയത് മുഴുവനും തെറ്റാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, മരണം എന്നൊരു സത്യമുണ്ട്. താങ്കൾക്കൊരു മൈക്ക കിട്ടുമ്പോഴേക്ക്, മുന്നിൽ കുറച്ച് ആളുകളെ കിട്ടുമ്പോഴേക്ക് വിളിച്ചു പറഞ്ഞത് മുഴുവനും തെറ്റായിരുന്നു എന്ന് താങ്കളുടെ മനസ്സാക്ഷിയോടൊന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ മാപ്പിനപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് താങ്കൾ തിരിച്ചു വരണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.